കുറച്ച് മുമ്പ് സോണി പിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് രാമായണത്തിന്റെ ഒരു ടീസർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. എന്നോട് ചോദിക്കണേ, ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം നമ്മുടെ പ്രഭാസിന്റെ ആ ഒരു ദുരന്തത്തിന് ശേഷം നമുക്ക് ഇപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു നല്ല സിനിമ ഇതിൽ കൂടി നമുക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടീസറിനകത്ത് നമുക്ക് കൂടുതൽ അവർ നമ്മളെ കാണിച്ചു തന്നേക്കണം കാസ്റ്റും, അതുകൂടാതെ തന്നെ നമ്മുടെ ഭഗവാന്മാരായിട്ടുള്ള ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അതൊക്കെയാണ് നമ്മളെ കാണിച്ചു തന്നേക്കുന്നത്. പിന്നെ ഈ രാമനും അതുകൂടാതെ തന്നെ രാവണനും എന്തിന്റെ പ്രതീകമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റത്തെ ഒരു 10 സെക്കൻഡിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടീസർ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തന്നെ. പിന്നെ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ഹാൻസ് സിമ്മറും അതുകൂടാതെ തന്നെ AR റഹ്മാനും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടീസറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 48ാമത്തെ സെക്കൻഡും 1 മിനിറ്റ് 30ാമത്തെ സെക്കൻഡൊക്കെ നിങ്ങൾ കേട്ടു നോക്ക്. വേറെ ലെവൽ BGM ആണ് നോക്കി കേൾക്കാൻ കഴിഞ്ഞാൽ. അങ്ങനെ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആക്ച്വലി ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാതെ ഉണ്ടായിരുന്ന കാര്യം തന്നെ. പക്ഷെ നിങ്ങൾ കണ്ടു നോക്കുക, അതായത് വേറെ ലെവൽ ഗൂസ് ആണ് നമുക്ക് ആക്ച്വലി ലഭിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറയും, ഈ സിനിമയുടെ CGയും VFXും DNDG എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് വിന്നിംഗ് സ്റ്റുഡിയോ ആണ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം നമുക്ക് നല്ലൊരു VFXും CGയും നമുക്ക് ലഭിക്കും. വീണ്ടും നേരത്തെ കണ്ട അപരാധം പോലത്തെ അതിപുരുഷനാവില്ലെന്ന് തന്നെ നമുക്ക് എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടീസർ നല്ല രീതിയിൽ തന്നെ ഗൂസ് ബംസ് തന്നെയായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഗൂസ് ബംസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, ആ ഒരു ലാസ്റ്റത്തെ പേര് കാണിച്ചിട്ടുള്ള ആ ഒരു 10 സെക്കൻഡാണ്. കാരണം നമുക്കറിയാം ആ ഒരു 10 സെക്കൻഡിൽ നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് രൺബീർ കപൂറിന്റെയും യാഷിന്റെയും ആ ഒരു ഫസ്റ്റ് ലുക്കാണ്. അവരുടെ മുഖം റിവീൽ ചെയ്തിട്ടില്ല. കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞാൽ അനിമൽ VS KGF ആണ് നമുക്ക് ഈ ഒരു രാമായണത്തിൽ കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. ആൻഡ് അതവർ കാണിച്ചിട്ടുള്ളത്, അതായത് രൺബീർ കപൂർ ആ ഒരു മരത്തിന്റെ മുഖത്ത് കയറിയിട്ട് ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നതും, യാഷ് ജസ്റ്റ് ആ ഒരു യാഷിന്റെ മുഖം നമ്മളെ കാണാൻ കഴിഞ്ഞില്ല, കണ്ണ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് രണ്ടും വേറെ ലെവലായിട്ടുള്ള റിവീൽ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായത് തന്നെ. സോ എന്നോട് ചോദിക്കണേ, ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. നിങ്ങൾ ആക്ച്വലി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആണോ ഇല്ലയോ? നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്ക് ഈ ടീസർ ഇഷ്ടപ്പെട്ടോ? അതോ ഇതൊരു മറ്റൊരു ആദിപുരുഷനായി മാറുമോ എന്നൊക്കെ? അതായത് ഹനുമാൻജി വന്നിട്ട് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണും, ഒരു സീറ്റ് മാറ്റി വയ്ക്കുന്നൊക്കെ അന്ന് ആ ഒരു ഡയറക്ടർ വന്ന് പൊഴുത്തിയതുപോലെ എനിക്കറിയില്ല. പിന്നെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സായി പല്ലവി ഉണ്ട്, അതുകൂടാതെ ബോബി ഡിയോൾ ആണ് അത് ഹനുമാനൊക്കെ ആയിട്ട് അഭിനയിക്കുന്നത്. സോ നല്ലൊരു പടമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ചുമ്മാ കുറെ സ്റ്റാർ കാസ്റ്റ് ഉണ്ടോണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ടീസർ അത്യാവശ്യം അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം. സോ നിങ്ങൾക്ക് എന്ത് തോന്നണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ്, കാസ്റ്റ് യുവർ സം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.